ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നപ്പൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്, ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് ആരുടെ ഹാപ്പി ബർത്ത്ഡേ? കേക്ക് ഉണ്ടോ ഇന്ന്? ആ ബർത്ത്ഡേ ആരുടെയാ? അമ്പാടിയുടെയാണോ? മോൻ്റെ ഇല്ലേ? ആ അമ്പാടിയുടെ. നമ്മൾ എവിടെ പോവാ? അമ്പലത്തിൽ പോവാ. പൊന്നപ്പൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? പൊന്നപ്പൻ്റെ അമ്മൂമ്മ അവന് ബർത്ത്ഡേ ആയിട്ട് എടുത്തു കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി. ഇനി ഞങ്ങൾ അടുത്ത ഒരു അമ്പലത്തിലും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ തന്നെ ഫുഡൊക്കെ വെച്ച് ഒരു കേക്കൊക്കെ മുറിച്ച് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വരും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്നപ്പം അമ്പാടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പൊന്നപ്പന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊന്നപ്പൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറാ, കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ബീഫാണ് കേട്ടോ മേടിച്ചത്. അപ്പം എല്ലാവർക്കും ഇഷ്ടം ബീഫ് ആയതുകൊണ്ട് തന്നെ അതാണ് മേടിച്ചത്. അപ്പം ഞാനിത് അരിഞ്ഞ് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇതൊരു മെനക്കെട്ട പരിപാടിയാണ്. പിന്നെ ചെറിയ പീസാക്കിയാൽ മതിയായിരുന്നു, ഓൾറെഡി കട്ട് ചെയ്തതായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വേണ്ട മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇത് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പിന്നാണ്ട് വൈകിട്ടാണ് ഉണ്ടാക്കിയത്. ഞാനങ്ങനെ ബീഫ് വയ്ക്കാറില്ല, നല്ലപ്പോഴാണ് വെച്ചത് കേട്ടോ. ആ അമ്പലക്കുളത്തിൽ മാക്രയുണ്ട് ഗൈസ്. അതിങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുമ്പോഴായിരിക്കും അത് കീഴെ വന്നിരുന്ന് കരയുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നപ്പൻ അമ്മയും അച്ഛനായിട്ടൊക്കെ ഇത് കാര്യം പറയാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് താണ്ട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്സ് വാങ്ങിയാണ് വെച്ചത്, അതാകുമ്പോൾ വളരെ എളുപ്പമാണല്ലോ. ദാണ്ട ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ അച്ഛനും അമ്മയും കാറ്ററിംഗ് നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഫുഡാണ് അത്. കൊള്ളാവോ പായസമെന്ന് പറഞ്ഞ്? കൊള്ളാവോ? ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാൾ അവളെ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവളും പൊന്നപ്പനും ഭയങ്കര കമ്പനി. അങ്ങനെ അവൾ ബർത്ത്ഡേക്ക് വന്നപ്പം പൊന്നപ്പന് ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഇതൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സെറ്റ് സാധനം ABCDയുടെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനവും അവ എടുത്ത് എവിടേക്കോ കളഞ്ഞു. അപ്പോൾ ഈ 2 സാധനം ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ, കൊടുക്കാതെ. അങ്ങനെ അവൾ വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നടി, എല്ലാം എടുത്ത് കൊണ്ട് കളഞ്ഞു ഫുള്ള്. ഇത് കൊള്ളാവോ? ഇതൊക്കെ പൊന്നപ്പന് കിട്ടിയ കോടികളാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ വന്നപ്പോൾ ദാണ്ട ഈ 2 ഡ്രസ്സും പിന്നെ അവൻ്റെ അമ്മൂമ്മ ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മ അവന് വെക്കാൻ ഹെൽമറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല, 3-4 വയസ്സൊക്കെ ആയിട്ടേ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതാണ് ഹെൽമറ്റ്. ഇത് അവൻ്റെ മാമൻ ഓരോ ദിവസവും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓരോന്ന് അയച്ചു തരും കേട്ടോ. ഇത് ഞാൻ പണിത വീടാണ്. സൂപ്പറാണോ? കൊള്ളാം. ഇതും മാമൻ തന്നെ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ ദാണ്ട ഈ ലൈറ്റ് കത്തുന്ന വാച്ച്. ഇത് എപ്പോൾ ഇട്ട് കൊടുത്താലും ഇത് ഒരാളിങ്ങനെ ഞെക്കി ലൈറ്റ് കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ കേക്ക്. ഇത് ശരിക്കും മറ്റേ ഹോട്ട് വീൽസിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ആൻറ്റിയാണ് നമുക്കിത് ചെയ്ത് തന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് എല്ലാം അവന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അഭിഷേക് കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. ജന്മദിനാശംസ പറയൂ. നാളെ കേക്ക് കൊണ്ട് വന്നപ്പോൾ മുതലേ അവൻ്റെ കണ്ണ് മൊത്തം അതിനകത്ത് വണ്ടിക്കകത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവൻ മധുരം ഒരുപാട് കഴിക്കത്തില്ല. ഇതിലെ ക്രീം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവന് കൊടുത്തില്ല കേട്ടോ. റെഡ് കളർ കുറച്ച് കൂടുതലാണെന്ന് ചേച്ചി ഇത് തന്നപ്പോൾ ആൻറ്റി ആയിട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
എല്ലാവരും കൂടെ വായി കുത്തിക്കയറ്റിയാണ് കുറച്ച് കേക്ക് അവന് കൊടുത്തത്. അവന് അതിലെ കാറും വണ്ടിയും മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പായിയുടെ വണ്ടിപ്രാന്തെല്ലാം അതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കേക്ക് ഞങ്ങൾ ഈ ഒരു തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ ഓരോ ബർത്ത്ഡേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു തീമും പൊക്കി പിടിച്ചുകൊണ്ട് ആൻറ്റിയുടെ അടുത്ത് ചെല്ലും. എന്തായാലും ഞാൻ കൊടുക്കുന്നതെല്ലാം അതുപോലെ തന്നെ ആൻറ്റി ചെയ്തും തരും കേട്ടോ. നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ദാണ്ടെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ പോവാറായപ്പം അമ്മയുടെ കൂടെ പോവാൻ വേണ്ടിയിട്ട് ഏണേ കയറി ഇരുത്തിയാണ് കേട്ടോ. എല്ലാവരും പൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടയുടെ ഒരു ഫ്രണ്ട് അശ്വന്ത്. അപ്പോൾ ഇവനൊരു വലിയൊരു ഫാമിലി പാക്ക് ഡയറി മിൽക്കൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.